Hi guys, welcome back to Angi's Point. നമ്മുടെ വിന്റർ ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത് അങ്കീസ് പോയിന്റില്. സോ വി സേ വിന്റർ ഇസ് നോട്ട് കംപ്ലീറ്റ് അണ്ടിൽ ഇറ്റ് ഇസ് സ്നോയിങ് ആൻഡ് ലക്കിലി ഇറ്റ് ഹാസ് ബീൻ സ്നോയിങ് ഫോർ ദ പാസ്റ്റ് ഹൗ മെനി ഡേയ്സ് മുത്തേജി? നവംബർ 28 നമുക്ക് അതെ സ്റ്റാർട്ട് ചെയ്തത് അതെ സ്നോയിങ് ആൻഡ് ഇറ്റ് ഇസ് ഡിസംബർ 2nd today. അതെ it has been snowing cats and dogs. I can't even tell you. I think it is going to be white Christmas this year. അതെ So ഇത്തവണ കുറച്ച് ഹാഷാന്നാ പറയുന്നത്, ഹാഷ് വിന്റർ ആന്നാ പറയുന്നത്. അതെ കഴിഞ്ഞ തവണ we scarcely had any snow. അതെ സ്നോയേ ഇല്ലായിരുന്നു ത്രൂ ഔട്ട് വിന്റർ. 4-5 മാസമുള്ള വിന്ററില് ക്രിസ്മസിലൊന്നും സ്നോ ഇല്ലായിരുന്നു. അതെ നമുക്കപ്പോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ചധികം കാര്യം ചെയ്യാനുണ്ട്. അതെ നമ്മള് സ്നോ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് വെളിയിൽ പോകുന്നത്. It's actually a perfect climate to be out. Not so cold. ഒരുപാട് വിൻഡി അല്ല. സാധാരണ വിൻഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ട് ഇപ്പോൾ സ്നോ ഫോൾ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയത്തില്ല. സോ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് വിന്റർ ഇല്ലായിരുന്നു. ഇറ്റ്സ് സ്കാർസ്ലി സ്നോഡ് ലാസ്റ്റ് ഇയർ. നോക്കിക്കേ നമ്മുടെ മരത്തിലെ ലീഫ് എല്ലാം പോയി, എന്നിട്ട് മഞ്ഞാണ് ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 10-15 സെന്റിമീറ്റേഴ്സിൽ സ്നോ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 45 സെന്റിമീറ്റേഴ്സ് വരെ ആവും എന്നാ പറയുന്നത്. What a beautiful tree it is. നമ്മൾ താമസിക്കുന്നത് ഒരു ഗ്രീൻ ബെൽറ്റിന്റെ അടുത്തായത് കാരണം it is always so good during any season you take it. We can see nature at its best. ഫോൾ ആവട്ടെ, വിന്റർ ആവട്ടെ, ഈവൻ സ്പ്രിംഗ് ആവട്ടെ, ഒരുപാട് ഗ്രീനറി സറൗണ്ടഡ് ആയിട്ടുള്ള സ്ഥലമായത് കാരണം ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ ടു സീ അറൗണ്ട്, വാക്ക്. ഒരുപാട് ട്രെയിൽസ് ഉണ്ട്. നമ്മള് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പ്രിന്റ് ഔട്ട് എടുക്കണമായിരുന്നു. സോ നമ്മള് എപ്പത്തെയും പോലെ YMCA ലൈബ്രറിയിൽ പോയിട്ട് നമ്മള് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് റോഡ് കൺസ്ട്രക്ഷൻ കുറേ നാളുകളായിട്ട് നടക്കുന്നത് കാരണം വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പ് ഇപ്പോ നിലവില് അവര് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ദൂരത്തേക്ക് നടന്നു പോയി ബസ് കയറണം. The view here is so beautiful that we don't mind walking a bit. So അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ we always end up buying some food items. എപ്പോഴും നമ്മൾ ഏഷ്യൻ സ്റ്റോറിൽ പോകുന്നു, ഫുഡിൻ്റെത്, മീനിന്റെ കാര്യങ്ങള്, കോഫിയുടെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇന്ന് we are indeed going for shopping, but കുറച്ചും കൂടെ ഒരു ഗേളിഷ് വൈബിലുള്ള ഷോപ്പിംഗ് ആണ്. We going for some skin care, we going to get some hair care products and stuff like that. So at least some of you guys might be interested to know. We are not beauty vloggers, but still we're doing our best. So catch up with us. So we have a puddle here. Hope you guys can see. Hope you guys can also see my beanie. Temporary ആയിട്ട് നമുക്കുള്ള ബസ് സ്റ്റോപ്പിലേക്ക് എത്താണ്. റെസിഡൻഷ്യൽ ഏരിയയുടെ ഉള്ളില് ഒരു വീടിന്റെ ഫ്രണ്ടില് അവര് ടെമ്പററി ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. Santa Claus. Which one? Yeah. Almost everyone's getting ready for Christmas. You can see എല്ലാരും ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടില്. ബിക്കോസ് ഇറ്റ്സ് മോർണിംഗ് നമുക്കൊന്നും കാണാൻ പറ്റാത്തതാണ്. സി ദിസ് ഇസ് എ ടെമ്പററി ബസ് സ്റ്റോപ്പ്. ബസ് വരുമ്പോൾ നമ്മള് ഈ വാക്ക് വേന്ന് നടന്ന് ഇങ്ങനെയാണ് ബസ്സിൽ പോയി കയറേണ്ടത്. ഇവിടുത്തെ ബസ്സിന്റെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ലോവർ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. സോ ഒരുപാട് മഞ്ഞുള്ള ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ they make sure that they lower the front side of the bus so that people can get in, and also challenged ആയിട്ടുള്ള ആൾക്കാർക്ക് if they are in wheelchair സ്പെഷ്യൽ സംവിധാനമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബസ് കാർഡ്, ലോക്കൽ ബസ് കാർഡ്. ആക്ച്വലി സംസാരിക്കാൻ പറ്റുന്നില്ല, ഫ്രീസ് ആയിട്ടേ ഐസ്ക്രീം ഒക്കെ കഴിച്ചൊരവസ്ഥ കണ്ടോ. അപ്പൊ നമുക്ക് കിച്ചണ ഹോട്ടലിൽ കേംബ്രിഡ്ജ് ഏരിയയിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതായത് ലോക്കൽ ബസ് കാർഡ് ഇതാണ്. ഇത് നമ്മള് ഇന്ന് റീചാർജ് ചെയ്യുന്ന സ്റ്റേഷൻസ് ഉണ്ട്. ട്രാം സ്റ്റേഷൻസിലാണ് കൂടുതൽ റീചാർജ് സെന്റേഴ്സ് കാണുന്നത്. അവിടെ പോയിട്ട് ജസ്റ്റ് നമ്മൾ നോർമലി റീചാർജ് ചെയ്യുന്ന പോലെ കാർഡ് ടാപ്പ് ചെയ്ത് റീചാർജ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട ബസ്സാണിത്.
we're doing a small fit check. I'm wearing this cute little beanie with a bear head and two pom-poms. I have this jacket which I bought 6 years back, 2018. And I think Guest in the jacket. I bought it from Hudson's Bay. I have this quad set, which is not a quad set. ഇത് രണ്ടും രണ്ട് സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാണ്. But color wise it is matching. And I have this scarf, which is എൻ്റെ അപ്പൂപ്പൻ്റെ scarf ആണ്, which is handed down to me. And I also have this brown boots, which I think beige and brown is a nice combination. And I have this and gloves under, which I bought from Dollarama or Dollar Tree, I believe. My outfit. Now let's move on to Mutteji. What are you wearing? Okay, I have my brand old beanie. അത് എന്നതും അല്ല, അമ്മന്റെ ബീനിയാണ്. ഓക്കെ, ആ ബീനിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ജാക്കറ്റ് ഞാൻ ലാസ്റ്റ് ഇയർ, ഞാൻ വന്ന ഇയറിൽ വേറൊരു ജാക്കറ്റ് വാങ്ങിയായിരുന്നു. അത് അത്രയും എന്താ കോൾഡ് ഇതാക്കാൻ പറ്റുന്നില്ല, സ്റ്റാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ വാൾമാർട്ടിന്റെ കഴിഞ്ഞ ജാക്കറ്റ് കുറച്ചും കൂടെ പഫറ്റ്, പക്ഷെ നല്ലതാണ് കേട്ടോ. പ്ലേ ബോയുടെ ഹൂഡി പുതിയതല്ല, റെഗുലർ ജീൻസ്. ഓക്കെ, and you have a black boots. And I have black boots. Okay, so നമ്മള് ഫസ്റ്റ് ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കാൻ പോകുന്നത്. സോ ഐ എം എ പേഴ്സൺ ഹു ഹാസ് ബീൻ വിഗറസ്ലി ഡൈയിങ് മൈ ഹെയർ ഫോർ ദ പാസ്റ്റ് 4 years, twice every year. So അതിന്റെ റിസൾട്ട് ആയിട്ട് there is hair fall, there is hair damage, and I also often do heat styling, which causes a lot of damage, as you can already guess. അപ്പോൾ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ we need to do a little bit of hair care as well. പക്ഷെ most of the times what happens is that we do hair care but hair doesn't care. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. എപ്പോഴും എവിടെയെങ്കിലും വന്ന് കാട്ടെടുത്താൽ നമ്മുടെ സാധനം കൊണ്ട് തന്നെ കൊണ്ടുവരുന്ന സാധനങ്ങൾ കാട്ട് പകുതി നിറയും. നമുക്ക് ഇന്ന് 3-4 സ്റ്റോറിൽ പോകാനുള്ളതുകൊണ്ട് കൃത്യമായിട്ട് എവിടെ നിന്നൊക്കെ എന്തൊക്കെയാ വാങ്ങണ്ടെന്നുള്ളത് നമ്മളൊരു നോട്ട്സ് ഒക്കെ ചെക്ക് ലിസ്റ്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. Hope you stick on to that. നമ്മൾ ഒരുപാട് ഓൺലൈനിൽ റോസ്മേരിയുടെ ഹെയർ ബെനിഫിറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. യു ഹാവ് ടു ബൈ റോസ്മേരി ഹെർബ്സ് ആൻഡ് ദെൻ യു ഹാവ് ടു ബോയിൽ ഇറ്റ്, മേക്ക് വാട്ടർ, പുട്ട് ഇൻ എ ബോട്ടിൽ ഒക്കെ ഉണ്ട്. പക്ഷെ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് പേഷ്യൻസ്. സോ ഐ ഓൾവേസ് ഗോ വിത്ത് ദിസ് എസെൻഷ്യൽ ഓയിൽ, വിച്ച് ഇസ് എ കോൺസെൻട്രേറ്റഡ് റോസ്മേരി ഓയിൽ, വിച്ച് ഇസ് ലൈറ്റ്. സോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ലൈക്ക് ജസ്റ്റ് ലൈക്ക് യൂഷ്വൽ നമുക്ക് യൂസ് ചെയ്യാം. വാഷ് ഓഫ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഇറ്റ് ഡസ് ഹാവ് എ വെരി സ്ട്രോങ് സ്മെൽ, ഒരു യൂക്കാലിപ്റ്റസിന്റെ ഒക്കെ പോലത്തെ ഒരു സ്മെൽ. അതുകൊണ്ട് തന്നെ ഈവൻ ഇഫ് യു ലൈക്ക് 1 kilometer away from somebody, they will definitely know you have something on your hair. So make sure when you have this on, make sure you wash your hair before stepping out of your house. ഇത് നല്ല റിസൾട്ട്സ് ആണ്. I do have hair fall, but പോകുന്നിടത്ത് നല്ല റീഗ്രോത്ത് ഉണ്ട്. So one of my friend recommended it. Hope this helps for you guys. Everyday use ഒരു ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻ ഇസ് എ മസ്റ്റ് ഹാവ്. ഞങ്ങൾ നോർമലി വാൾമാർട്ടിൽ നിന്നോ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടിൽ നിന്നോ ആണ് ഒരു ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻസ് വാങ്ങിക്കാറുള്ളത്. ഇറ്റ്സ് അഫോർഡബിൾ ആൻഡ് ഓൾസോ ഹു നീഡ്സ് $50, $60 ബ്രാൻഡഡ് സ്റ്റഫ് ടു വെയർ ഓൺ എവറി ഡേ ഫേസ് അല്ലേ, അത് ഇച്ചിരി ഓവറാണ്. ഞങ്ങൾ ഇവിടുത്തെ ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻ ഓൾമോസ്റ്റ് ഒരു 90% കവർ ചെയ്തിട്ടുണ്ട്. മുത്തേച്ചി ഹാസ് കവർഗേളിന്റെ ഫൗണ്ടേഷൻ ഉണ്ട് പുള്ളിക്കായിട്ട്. ഷീ ഓൾസോ ഹാസ് ലോറിയലിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്. I have previously started off my makeup routine with Maybelline, which I am a fan of. പിന്നെ ഓൾസോ വി ഹാവ് ഞാൻ റെവ്ലോൺ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഓൾസോ ട്രൈ വാട്ട് എൽസ് നിക്സ്. സോ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഫൗണ്ടേഷൻ വാസ് നിക്സ്. സോ ദിസ് ഇസ് മൈ ഷെയ്ഡ് ഗോൾഡൻ ഹണി. ഇതൊരു ഫുൾ കവറേജ് മാറ്റ് ഫിനിഷ് ആണ്. ഐ എം നോട്ട് that regular glossy glass skin kind of girly. I don't like anything that is so much glittering on my face. പിന്നെ ലിപ്പും അങ്ങനെ തന്നെയാണ്. I don't use lip gloss because I don't feel comfortable enough in that. ഇതെന്ന് പറയുന്നത് നമുക്ക് വിന്റർ സീസണിൽ ഇത് I don't recommend it because it makes your skin more dry because it's matte and full coverage. പക്ഷെ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ it was a life saver. I'm of oily skin when I'm in India, but here എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ആണുള്ളത്. അപ്പം ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഇതെന്ന് പറയുന്നത് it works perfectly, blends perfectly into the skin and it stays for almost like 8 to 10 hours. So this is a must have here in India. The lopside is that they don't have much color shades, പക്ഷേ luckily this fits my skin. Sometimes summer ആകുമ്പം I am of a different skin shade. ഞാൻ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് ആവും. വിന്റർ ടൈമിൽ I think this goes very well. Summer ആകുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ് വരും. So sometimes I buy a different foundation for summer time. Sometimes I just end up using the same one. നമ്മുടെ ലിക്സിൻ്റെത്
ലാസ്റ്റ് ടൈം വാങ്ങിച്ചതുകൊണ്ട് we had decided to go with Maybelline, which was my first ever foundation. ഇതിന്റെ പണ്ടത്തെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇറ്റ് ഇസ് ഫുൾ കവറേജ് ആൻഡ് ഇവർ പറയുന്നത് they claim to work for almost 30 hours ആണ്. I actually believe in Maybelline. നല്ലൊരു ബ്രാൻഡാണ്. I was using a different shade earlier, പക്ഷെ അതിന്റെ കറക്റ്റ് ഷെയ്ഡ് മാച്ച് ഒന്നും അല്ലായിരുന്നു. This I think it's my perfect shade. This is in the shade 330 Toffee Caramel. ഇതെന്റെ ഷെയ്ഡാണ്. And I have a warm undertone. So this is what I'm going with right now. ഇതിന്റെ current price 1396 ആണ്, almost $14 ആണ്. Except that it was around $19. So we'll go with this one. എന്റേത് നാച്ചുറലി കേളി ഹെയർ ആണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾസ് ഡിഫൈൻ ചെയ്തിടാറുണ്ട്. പിന്നെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ചെയ്തിടാറുള്ളത്. അപ്പൊ ഞാനിപ്പം കുറച്ച് നാളായി കേൾസ് ഡിഫൈൻ ചെയ്തിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ അതൊന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഒരു കേൾ ക്രീമും സ്റ്റൈലിംഗ് ജെല്ലും വാങ്ങാണ്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ കാൻറ്റൂ എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ നിന്ന്. പിന്നെ കേളപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ മാർക്ക് ആന്റണി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് യൂസ് ചെയ്തത്. അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാനിപ്പം കുറച്ച് പേരുടെ ചോദിച്ച സമയത്ത് ഷിയ മോയ്സ്ചറിന്റെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ തവണ ഷിയ മോയ്സ്ചറിന്റെ കോക്കനട്ട് ആൻഡ് ഹിബിസ്കസ് കേൾ ഡിഫൈനിങ് ജെല്ലും വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഷിയ മോയ്സ്ചറിന്റെ ഹണി ആൻഡ് യോഗർട്ട് കേൾ ക്രീമും വാങ്ങിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു $15 ഉള്ളിലാണ് വരുന്നത് ഓരോ പ്രോഡക്റ്റ്. നമ്മൾ സ്ഥിരമായിട്ട് ഹെയർ കൺവീൻ ആക്കണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഗിവ് എ ലിറ്റിൽ കെയർ ടു ഹെയർ. സോ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ലോറിയലിന്റെ ഈ റെഡ് കളർ ഷാംപൂ, വിച്ച് ഇസ് എസ്പെഷ്യലി ഫോർ കളർഡ് ഹെയർ. കളർ റേഡിയൻസ് എന്നാണ് അതിന്റെ പേര്. അതൊരു ഷാംപൂ, ദിസ് വൺസ് ഷാംപൂ, ദിസ് വൺസ് ദി കണ്ടീഷണർ. I have tried lot of other brands. Also, one brand tried it, and we have also tried the other color variant of L'Oreal. പക്ഷേ nothing can beat this one. So this is a friendly goodie for all those people who have colored hair. Do give it a try. For those who are looking for an amazing smile and amazing teeth, Colgate ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പണ്ട് എനിക്കറിയത്തില്ല why these people used to advertise it as for beautiful smile. So ഈ പേസ്റ്റുകളൊന്നും it cannot guarantee you a beautiful smile. Beautiful smile is something that you should naturally have or should aspire for having. പക്ഷേ ദിസ് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ ദ ടീത്ത്. ഞങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നാട്ടിൽ വെച്ച് ഞങ്ങൾ ക്ലോസപ്പ് ആയിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇവിടെ കോമ്പിനേഷൻ ക്ലോസപ്പ് എന്നുള്ള ബ്രാൻഡ് വാൾമാർട്ടിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. മേ ബി ഇറ്റ് ഇസ് അവൈലബിൾ ഇൻ സം അതർ സ്റ്റോർ. പക്ഷെ നിങ്ങൾ കോൾഗേറ്റ് ആണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദ പാസ്റ്റ് 1 year we have been using this charcoal flavored Colgate. So this is for the beautiful smile. Like I said before, എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷെ ഡ്യൂറിങ് വിന്റേഴ്സ് ഇറ്റ് ബിക്കംസ് സോ ഫ്ലേക്കി ആൻഡ് പാച്ചി ആൻഡ് ഓൾ ദ ബാഡ് തിങ്സ് ദാറ്റ് യു ക്യാൻ എവർ ഇമാജിൻ. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസിങ് ക്രീംസ് ഫോർ മൈ ബോഡി ട്രൈ ചെയ്തിട്ടുണ്ട്. നിവ്യ, I forgot most of the names. For the past 6 years, I've been trying to find what works perfectly for my skin. But recently, I fell in love with the Cetaphil intensive repair lotion. It works wonder. Just ഒരു ദിവസം യൂസ് ചെയ്തിട്ട് തന്നെ I could see incredible results. So Cetaphil is my go-to. Like I can say it's my holy grail. So for those people who have extremely patchy and flaky skin like me, can use this one. ഇതിന്റെ പ്രൈസ് ഏകദേശം $20 ആണ്. പക്ഷേ it is worth every penny that you spend. നമ്മള് വാൾമാർട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഡോളറാമയിലേക്കാണ് പോകുന്നത്. വേറൊരു കോംപ്ലക്സ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട്, ഫുഡ് ബേസിക്സ്, ഡോളറാമ എല്ലാം കൂടെ ഒരുമിച്ചുള്ള സ്ഥലമാണ്. സോ നമ്മൾ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇറ്റ്സ് കോൾഡ് ലോറൽ വുഡ്. ലോറൽ വുഡ് കോമൺസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിപ്പോ വൈകുന്നേരം ഒരു 6 മണി ആയിട്ടുണ്ട്. പക്ഷെ വിന്റർ ആകുമ്പോഴത്തേക്കും ഏകദേശം 4:30, 5 o'clock ആകുമ്പോഴത്തേക്കും സണ്ണെല്ലാം താഴെ പോയിട്ട് ഇറ്റ് ഓൾമോസ്റ്റ് ലുക്സ് ലൈക്ക് നൈറ്റ്. ഒരു 9 മണി പോലൊക്കെ ഇരിക്കുകയാണ്. വെദർ ഇസ് നോട്ട് ദാറ്റ് ബാഡ്. പക്ഷേ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാല് വി ഹാവ് ലോട്ട് ഓഫ് ഡ്രസ് ഓൺ us that it is hard for us to walk, and especially കവറിനകത്ത് കുറെ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നം ഇതാണ്, ദേഹത്ത് തന്നെ ഓവർ ഡ്രസ്ഡ് 5 കിലോ ഓർ മോർ ദൻ 5 കിലോ ആയിട്ട്. ഷൂസിന് കുറച്ച് വെയിറ്റ്. ഡോളറാമിലാണ് ഉള്ളത്. നമ്മുടെ കിച്ചന്റെ അയലിലാണ് നിൽക്കുന്നത്. കിച്ചന്റെ അയലിൽ നമുക്കൊന്നും വേണ്ട. കാഷ്വൽ ബ്രൗസിംഗ് ഇസ് ദാറ്റ് വി എൻജോയ് ഡൂയിങ് വെരി മച്ച്. നമ്മൾ ഡോളറാമിന്ന് വെളിയിറങ്ങി. ഡോളറാമയുടെ തൊട്ടടുത്ത സ്റ്റോറാണ് ഫുഡ് ബേസിക്സ്. സോ ഫുഡ് ബേസിക്സിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം.
Okay, that's it for today. ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു വൈകുന്നേരം ഒരു 3 മണിക്ക് ഇറങ്ങിയതാ. ഇപ്പൊ എത്ര മണിയായി? ഇപ്പൊ ഓൾമോസ്റ്റ് 8 മണിയാവാൻ പോകുന്നു. അതെ, എല്ലാ സ്ഥലത്തും കേറി ഇറങ്ങി. പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് ഇവിടെയാണ്. നമ്മൾ വീട്ടിൽ മഞ്ഞാന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാല് വി പോസ്റ്റ്പോൺ ഓൾ ദ സ്റ്റഫ് ദാറ്റ് വി ആർ സപ്പോസ് ടു ഡു. പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. വി ഡിഡ് എ ലോട്ട് ഓഫ് ഷോപ്പിംഗ്. ഇറ്റ് ഫീൽസ് വെരി ഗുഡ് ആക്ച്വലി. വൺസ് ഇൻ എ വൈൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോ വി ഫീൽ ഫാന്റാസ്റ്റിക് ആക്ച്വലി. അതെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുള്ള് സാധനങ്ങളൊക്കെ വാങ്ങി. ഇപ്പം എപ്പോഴും അങ്ങനെ തന്നെയാ, ഊബർ ബുക്ക് ചെയ്തിട്ടാ പോകുന്നത്. അപ്പം എന്തായാലും റൈഡ് എടുത്തിട്ടുണ്ട്. അറിയാൻ പറ്റത്തില്ല. Cart is actually full. Yeah, cart is actually full. 3 bags full of stuffs. So hope you guys enjoyed the video. We'll see you guys in the next video. Bye.